ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് വേർതിരിക്കുന്ന കേരള സവിശേഷതകളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ റെയിൽവേ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള റെയിൽവേ സംവിധാനം, കേരളത്തിലെ പ്രധാനപ്പെട്ട വിവാദമായിട്ടുള്ള സിൽവർ ലൈൻ പദ്ധതി ഉൾപ്പെടെ ദേശീയ ജലപാത ഉൾപ്പെടെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള കേരള ജോഗ്രഫിയിൽ നിന്ന് ഇന്നേക്കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട മത്സര പരീക്ഷാ ചോദ്യങ്ങളും അവയുടെ ആനുപാതികമായിട്ടുള്ള കണ്ടന്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിന്റെ വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ മത്സര പരീക്ഷകളെല്ലാം തന്നെ ന്യൂജൻ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ഏതൊക്കെ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന, താഴെ പറയുന്നവയിൽ ഒറ്റപ്പെട്ടതേത്, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്, അങ്ങനെ തെറ്റായ അല്ലെങ്കിൽ ശരിയായ ജോഡി, തെറ്റായ ജോഡി, ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന, അങ്ങനെ വന്ന് ന്യൂജൻ ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം അല്ലെങ്കിൽ ന്യൂജൻ ചോദ്യങ്ങളുടെ ഒരു ശേഖരം മത്സര പരീക്ഷയിലേക്ക് വരുമ്പം നമ്മൾ പഠിക്കേണ്ടതും അത് തന്നെയാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ ആണ് എന്നാണ് ഒരു പ്രസ്താവന. ഓപ്ഷൻ ബി രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ഡിവിഷനായ പാലക്കാട് ഡിവിഷൻ നിലവിൽ വന്നത് 1956 രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ ആകെ 5 റെയിൽവേ ജംഗ്ഷനുകളുണ്ട് മൂന്നാമത്തെ പ്രസ്താവന. നാലാമത്തത്, കേരളത്തിൽ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ്. ഇങ്ങനെ 4 പ്രസ്താവനകളുള്ളത്. നിങ്ങൾ PYQ നോക്കിയാൽ ഇതിലെല്ലാം PYQ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ ആണ് എന്നൊരു പ്രസ്താവന ചോദ്യമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന പഠിക്കണമെങ്കിൽ കേരളത്തിലെ റെയിൽ സംവിധാനത്തെ പറ്റി നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് തന്നെ? അത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ്. മറക്കരുത്, ഉറപ്പായിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പ്രത്യേകത നോക്കിയേ, കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ഡിവിഷനായ പാലക്കാട് ഡിവിഷൻ നിലവിൽ വന്നു. അപ്പൊ കേരളത്തിൽ 2 റെയിൽവേ ഡിവിഷനാണ് ഉള്ളത്. ഒന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷനും തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ആദ്യകാല പേര് ഒലവക്കോട് റെയിൽവേ ഡിവിഷൻ എന്നായിരുന്നു. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ഡിവിഷനായ പാലക്കാട് ഡിവിഷൻ നിലവിൽ വന്നത് 1956 രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ ആകെ 5 റെയിൽവേ ജംഗ്ഷനുകളുണ്ട്. നമുക്കറിയാം, കൊല്ലം ഒരു റെയിൽവേ ജംഗ്ഷനാണ്, കായംകുളം ഒരു റെയിൽവേ ജംഗ്ഷനാണ്. അങ്ങനെ കേരളത്തിൽ ആകെ 5 റെയിൽവേ ജംഗ്ഷനുകളാണുള്ളത്. ഈ 5 റെയിൽവേ ജംഗ്ഷനുകളുടെ കണ്ടന്റുകളെല്ലാം PDF-ൽ നമ്മൾ വളരെ വ്യക്തമായി കൊടുക്കും. അപ്പൊ കേരളത്തിൽ ആകെ 5 റെയിൽവേ ജംഗ്ഷനുകളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ A പ്രസ്താവന ശരിയാണ്, B പ്രസ്താവന ശരിയാണ്, C പ്രസ്താവനയും ശരിയാണ്. ഇനി ഡിയിലേക്ക് വരണം. അപ്പൊ ഇനി എയും ബിയും സി ആണെന്ന് കരുതി ഡി തെറ്റായി കാണും അല്ലെങ്കിൽ തെറ്റായതായിരിക്കും എന്ന് കരുതരുത്. ഡിയും കൂടെ വായിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ്. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ 2 പ്രധാനപ്പെട്ട റെയിൽവേ ഡിവിഷനുകളുണ്ട്. ഒന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷനും മറ്റൊന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ആദ്യകാല പേര് ഒലവക്കോട് റെയിൽവേ ഡിവിഷൻ ആണെന്ന് ഓർത്തു വെക്കണം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഈ തിരുവനന്തപുരം ജില്ലയെ ഫോക്കസ് ചെയ്യണം. തിരുവനന്തപുരം ജില്ലയെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. ഒന്നാമത്തെ വസ്തുത, കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. UN ഷാങ്ഹായ് അവാർഡ് ലഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ കോർപ്പറേഷൻ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ അന്വേഷണം അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ത്യയിൽ എന്നല്ല നമ്മൾ പറയുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രേഖപ്പെടുത്തിയ ജില്ല ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. അതുകൂടി ഓർത്തു വെക്കണം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഈ പറഞ്ഞ റെയിൽ സംവിധാനത്തെ പറ്റി പഠിക്കുമ്പം കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത സംവിധാനത്തെ പറ്റി പഠിക്കണം. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽപാത സംവിധാനത്തെ പറ്റി പഠിക്കണം. ഇതെല്ലാം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയ്ക്ക് അത് ഗുണകരമായിട്ട് മാറുന്നത്. കേരളത്തിൽ ഈ പറയുന്ന 14 ജില്ല നിങ്ങൾ എടുത്തു. കേരളത്തിൽ ആകെ 14 ജില്ലയുണ്ടല്ലോ. ഈ 14 ജില്ലയിൽ 2 ജില്ല ഒഴികെ, അതായത് കേരളത്തിൽ ഇടുക്കിയും വയനാടും ഒഴികെ ബാക്കിയുള്ള
12 ജില്ലകളിലും എന്തുണ്ട്? റെയിൽവേ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ തീവണ്ടി പാത സംവിധാനമുണ്ട്. നിലവിൽ ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ തീവണ്ടി പാത ഇല്ലാത്ത കേരളത്തിലെ 2 ജില്ലകളാണ്. തീവണ്ടി പാത ഇല്ലാത്തതെന്ന് ഉദ്ദേശിക്കുന്നത് റെയിൽവേ സംവിധാനം ഇല്ലാത്തതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന വയനാട്ടിലൊക്കെ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ടോയ് ട്രെയിനുമായി ബന്ധപ്പെട്ട സംവിധാനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ലോജിക്ക് ഇതാണ്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ റെയിൽവേ സംവിധാനം നിലവിലില്ലാത്ത 2 പ്രധാനപ്പെട്ട ജില്ലകൾ, ഒന്ന് ഇടുക്കിയും മറ്റൊന്ന് വയനാടാണ്. വയൽ നാടെന്നറിയപ്പെടുന്നത് വയനാടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേരളത്തിലെ ആഫ്രിക്ക എന്ന വിശേഷണമുള്ളത് വയനാടാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആനുകാലിക കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇടുക്കിയുമായി ബന്ധപ്പെട്ട ആനുകാലികം, ഇടുക്കി ഒരു മിടുക്കിയാണ്. ഇടുക്കി ഓർത്തു വെക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? അത് ഇടുക്കി ണെന്ന് ഓർത്തു വെക്കണം. ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ വരും ക്ലാസ്സുകളിൽ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഡിസ്കസ് ചെയ്യും, പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ ഡിസ്കസ് ചെയ്യും, പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിയുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇടുക്കി, വയനാട് ഒന്ന് ഓർത്തു വെക്കുക, 2 ജില്ലകൾ മറക്കല്ലേ. ഇനി ഈ പറയുന്ന കേരളത്തിൽ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ തിരക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ്. ഒന്നോർത്തു വെക്കണം. ഇനി കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം അറിയാലോ, 1861. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. തിരുവിതാംകൂറിൽ ആദ്യത്തെ റെയിൽപാത സംവിധാനം നിലവിൽ വന്ന വർഷം 1904 നവംബർ 26 ചെങ്കോട്ട മുതൽ പുനലൂർ വരെയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത സംവിധാനം അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് നടപ്പിലാക്കിയത്. തിരുവിതാംകൂറിൽ 1904 നവംബർ 26 ചെങ്കോട്ട മുതൽ പുനലൂർ വരെയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഇതാണ്. പുനലൂരിന് വിശേഷണമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ അത് പുനലൂരാണ്. ജലനഗരം, ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതണം. ജലനഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ പ്രദേശമാണ് പുനലൂര്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണല്ലോ. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. ജലനഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ പ്രദേശം പുനലൂരാണെന്ന് ഓർത്തു വെക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂര്. ജില്ല സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയെന്നാ ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് അത് പാലക്കാട്. പുനലൂർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അതൊന്ന് ഓർത്തു വെക്കുക. കൊല്ലം ജില്ലയെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ പുസ്തകത്തിന്റെ പേര് ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്നാണ്. കൊല്ലം ജില്ലയെ പറ്റി പഠിക്കുമ്പോൾ ഡിഗ്രി നിലവാരത്തിൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാ. കൊല്ലം ജില്ലയെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ പുസ്തകത്തിന്റെ പേര് ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. ഇത് എഴുതിയത് കോസ്മോസ് ഇൻഡിക്ക പ്ലീസ്റ്റസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഇൻഡിക്ക എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട്. ഇൻഡിക്ക എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് അത് മെഗസ്തെനിസ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമായിരുന്നു 2021-20കളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമായ ഒരു സംവിധാനമാണ് സിൽവർ ലൈൻ പദ്ധതി. ഈ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് കേരള PSC ചോദിച്ച ചോദ്യം. ഇതിന് ആൻസർ കീയും കൊടുത്തേപ്പോണ്ട് കേരള PSC. അപ്പൊ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല താഴെ പറയുന്നവയിൽ ഏതെന്നാ ചോദ്യം. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി തൃശൂർ, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി കോട്ടയം. ഈ ഓപ്ഷൻ ചില റിപ്ലൈ അല്ലെങ്കിൽ കമന്റുകൾ കണ്ടിരുന്നു. റിപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കമന്റുകൾ വായിക്കേണ്ട, കമന്റുകളല്ല ഓപ്ഷനുകൾ വായിക്കേണ്ട എന്നൊരു കമന്റ് കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഈ 4 ഓപ്ഷൻ വായിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന 4-ൽ ഒരു ജില്ല ഒഴികെ ബാക്കിയുള്ള 3 ജില്ലയിലും ഈ പറഞ്ഞ സിൽവർ ലൈൻ പദ്ധതിയുടെ ഉൾപ്പെടുന്ന ജില്ലകളാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് നോക്ക്. കോഴിക്കോട് എന്നറിയപ്പെടുന്ന ജില്ല ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. തൃശൂർ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂര് ഈ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. കേരളത്തിലെ സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കോഴിക്കോട് തുറമുഖം, ഗസലുകളുടെ നാടെന്നറിയപ്പെടുന്ന കോഴിക്കോട്, കേരളത്തിൽ ആദ്യമായിട്ട് വിശപ്പ് രഹിത പദ്ധതിയായ ഓപ്പറേഷൻ സുലൈമാൻ നടപ്പിലാക്കിയ ജില്ല, 2022 നാഷണൽ ക്രൈം റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സേഫായ അല്ലെങ്കിൽ സുരക്ഷിതമായ നഗരങ്ങൾ കേരളത്തിലെ നഗരത്തിൽ ഒന്നാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആണ്. അപ്പൊ കോഴിക്കോടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കിട്ടിയ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രദേശം കൂടിയാണ് കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് ഉത്തരമായിട്ട് വരണം. ഏതാ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉള്ളത് കോഴിക്കോടാണ്. തൃശ്ശൂർ ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. കോട്ടയം സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. കേരള PSCയുടെ ആൻസർ
ആവർത്തിച്ച് ഞാൻ പറയുന്നു, കേരള PSC കൊടുത്തേക്കുന്ന ആൻസർ കീ പ്രകാരം ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്ന അവരെന്ത് കൊടുത്തേക്കുന്ന പത്തനംതിട്ടയാണെന്ന് മാത്രം ഓർക്കുക. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ക്ലാസ്സിന്റെ പോൾ വർക്കൗട്ട്, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷനും നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്താം. രേഖപ്പെടുത്തിയതിനു ശേഷം നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ തന്നെ മെൻഷൻ ചെയ്യും, തെറ്റാണെങ്കിലും അവിടെ തന്നെ മെൻഷൻ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഒരു നിലവാരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ അടുത്ത വീഡിയോ ടോപ്പിക്ക് നമുക്കൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ട്. ആ സ്റ്റഡി ടൈം ടേബിൾ പ്രകാരമാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. 7ാമത്തെ ദിവസമാണ് ഇന്നത്തെ ക്ലാസ്. ഇനി 8ാമത്തെ ദിവസമുണ്ട്, 9ാമത്തെ ദിവസമുണ്ട്. അങ്ങനെ 20 ദിവസം 60 വർക്കൗട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ദിവസം 3+ വീഡിയോ. ചില ദിവസം 4 വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ചില ദിവസം 3. അപ്പൊ അങ്ങനെ 3-ൽ കുറവില്ല, 3 മിനിമം. മാക്സിമം എത്ര വേണമെങ്കിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പഠിക്കുക പരമാവധി. ഓക്കെ, ദെൻ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ 1 ലക്ഷം പോൾ വർക്കൗട്ടിന്റെ ഒരു ചലഞ്ച് ഉണ്ട്. അത് ഏകദേശം ഇപ്പൊ 70 ദിവസം കഴിഞ്ഞിരിക്കുവാണ്. ആ ചലഞ്ച് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ 1 ലക്ഷം പോൾ വർക്കൗട്ടാണ്. അത് കറണ്ട് അഫേഴ്സ് വരും, SCRT വരും, NCRT വരും, എല്ലാ കണ്ടന്റും വരും. അതുകൂടി നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുക. അടുത്ത ഇതിന് ഉത്തരം നമ്മൾ പറഞ്ഞല്ലോ, പത്തനംതിട്ട. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കേരള PSC ഇതിന്റെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചിലപ്പോൾ പറയും, പത്തനംതിട്ട ഔദ്യോഗിക രേഖകളിൽ സിൽവർ ലൈൻ പദ്ധതി ഉണ്ടല്ലോ. ഔദ്യോഗിക രേഖകളിൽ സിൽവർ ലൈൻ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷേ അവിടെ എന്ത് അനുവദിച്ചിട്ടില്ല? സ്റ്റേഷൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം കേരള PSCയുടെ ഉത്തര സൂചികയിൽ പത്തനംതിട്ട രേഖപ്പെടുത്തിയേക്കുന്നത്. ഒന്നോർത്തു വെക്കുക, പടയടിയുടെ നാട് എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട്. ആ പത്തനംതിട്ടയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടന്റുകൾ നമ്മൾ ജില്ലാ വിശേഷണങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എടുത്തോളാം. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് കേരളത്തിലെ ദേശീയ ജലപാത. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏത് എന്നാണ് ചോദ്യം. NW1 വരുവോ, NW2 വരുവോ, NW3 വരുവോ, NW4 വരുവോ? ആൻസർ ആയിട്ട് വരുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതയുടെ പേര് NW3 എന്നാണ്. ഉത്തരം NW3. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ജലഗതാഗതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് പഠിക്കുമ്പോഴാണ് നിങ്ങൾ ആദിത്യയെ പറ്റി പഠിക്കുന്നത്. അത് പഠിക്കുമ്പോഴാണ്. ഇന്ദ്രയെ പറ്റി പഠിക്കുന്നത് അത് പഠിക്കുന്ന സമയത്താണ്. ഇന്ദ്രയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ക്രൂയിസ് ബോട്ട്, ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേര് ഇന്ദ്രയെന്നും, ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ ബോട്ടിന്റെ പേര് അത് ആദിത്യ എന്നുമാണ്. വൈക്കം മുതൽ തവണക്കടവ് വരെ സർവീസ് നടത്തിയ ആദിത്യക്ക് പ്രത്യേകതയുണ്ട്, ഇന്ദ്രയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈ ഇന്ദ്രയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം കറണ്ട് അഫേഴ്സിന്റെ PSC ബുള്ളറ്റിൻ റിവിഷൻ നടത്തുന്ന സമയത്ത് എടുത്തതാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ, അതായത് കേരളത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം അത് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ നിന്നല്ല, എവിടെയും ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ഗതാഗത മാർഗം എന്ന് പറയുന്നത് എന്താണ്? ജലഗതാഗതമാണ്. NW3 എന്ന് പറഞ്ഞാൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് അല്ല, അപ്ഡേറ്റഡ് കണ്ടന്റ് പറഞ്ഞു തരുന്നത്. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് NW3 ഉള്ളത്. അത് ഒന്നോർത്തു വെക്കണം. ഇനി NW നമ്മളെ കുഴപ്പിക്കുന്ന 2 ചോദ്യങ്ങൾ. ഒന്ന്, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ഒരു നാഷണൽ വാട്ടർവേ ഉണ്ട്, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാതയുണ്ട്. രണ്ട് ചോദ്യമാണ്. ഒന്നാമത്തെ വസ്തുത, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5-ഉം വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3-ഉം. രണ്ട് ചോദ്യമാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5-ഉം വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? NW3 ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. കേരളത്തിലെ റോഡ് ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയും, സുവർണ ചതുഷ്കോണം എന്നറിയപ്പെടുന്ന ഗോൾഡൻ കൊട്രി ലാറ്ററൽ എന്നറിയപ്പെടുന്ന കണ്ടന്റ് പഠിക്കുമല്ലോ. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സംവിധാനമാണ്. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്ട് പഠിക്കുമ്പോൾ അത് സ്കൂൾ ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് എടുത്തോളാം. ഇവിടെ ചോദ്യം ഇതാണ്, MC റോഡിന് സമാന്തരമായിട്ട് ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങ് ഡയറക്റ്റ് പോവുകയാണ്. ഉത്തരം ഗ്രീൻ ഫീൽഡ് ആണ്. MC റോഡിന് സമാന്തരമായി ദേശീയ ജലപാത, അല്ലെങ്കിൽ ദേശീയ ജലപാതയല്ല, ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് ഗ്രീൻ ഫീൽഡ് എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് MC റോഡിന്റെ വീതി കൂട്ടുന്നതിന് കേരള സംസ്ഥാന ഗതാഗത വകുപ്പുമായിട്ട് സഹകരിക്കുന്നത് അത് വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ലോക ബാങ്ക് ആണ്. IBRD ആണ് MC റോഡിന്റെ വീതി കൂട്ടുന്നതിന് കേരള സംസ്ഥാന ഗതാഗത വകുപ്പുമായി സഹകരിക്കുന്നത്. അപ്പം കേരള PSC മത്സര പരീക്ഷയ്ക്ക് ആവർത്തിച്ച് നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ചോദ്യമുണ്ട്. ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളത്തിന് മാത്രം പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത NH കടന്നു പോകുന്ന ജില്ല അത് എറണാകുളമാണ്. ഋഷിനാഗകുളം എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. ഏറ്റവും
ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളം. അപ്പൊ അവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു ചോദ്യം ഉണ്ടല്ലോ. കേരളത്തിൽ ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല അത് വയനാടാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് എറണാകുളത്തും ഏറ്റവും കുറവ് ദേശീയപാത കടന്നു പോകുന്നത് വയനാടുമാണ്. വയൽനാട് എന്നറിയപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കല്ലേ. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് കോട്ടയമാണ്. ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. സാഹിത്യ നഗരവുമായി ബന്ധപ്പെട്ട ചോദ്യം കോഴിക്കോട് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നത് കോട്ടയമാണെന്ന് ഓർക്കണം. ലാറ്റക്സ്, ലേക്ക്, ലെക്ചർ, അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ലാറ്റക്സുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ ഉത്തരമായിട്ട് എഴുതേണ്ടത് കോട്ടയമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോട്ടയത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? സിറ്റി ഓഫ് ലേക്ക്. അതായത് നമ്മൾ പറയുമ്പോൾ എന്താണ്? തടാകത്തിന്റെ നഗരം അല്ലെങ്കിൽ തടാക നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കൂടിയാണ് കോട്ടയം. അപ്പം ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നത് കോട്ടയം. ലാൻഡ് ഓഫ് 3C നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഏതാ ലാൻഡ് ഓഫ് 3C എന്നറിയപ്പെടുന്നത്? അത് തലശ്ശേരിയാണ്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. ലാൻഡ് ഓഫ് 5L എന്നറിയപ്പെടുന്ന ഏരിയ അത് ചങ്ങനാശ്ശേരിയാണ്. സിറ്റി ഓഫ് 5 ലാമ്പ്, വിളക്ക് മാടം എന്നറിയപ്പെട്ട, പ്രാചീന കാലത്ത് വിളക്ക് മാടം എന്നറിയപ്പെട്ട കേരളത്തിലെ പ്രദേശമാണ് ചങ്ങനാശ്ശേരി. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കേരളത്തിൽ പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് കോട്ടയം, കുറവ് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വയനാട്. ഇനി അവിടെ തന്നെ നമ്മളെ കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അപ്പൊ ദേശീയപാത സംവിധാനത്തെ പറ്റി പറഞ്ഞു, പൊതുമരാമത്ത് റോഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ചോദിച്ചാൽ അത് എറണാകുളവും, കുറവ് വയനാടാണ്. കേരള PSC ഇക്കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം താഴെ പറയുന്നവയിൽ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി, ബ്രാക്കറ്റിൽ കൂടിയത് കുറവ്. ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ല, കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല എറണാകുളവും. കുറവാ ചോദിക്കുന്നെങ്കിൽ ഉത്തരമായി നിങ്ങൾ ഇടേണ്ടത് അത് വയനാടുമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മളെ കുഴപ്പിച്ച് കളയും. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള പാരമ്പര്യേതര ഊർജം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണവോർജം, ഓപ്ഷൻ ബി സൗരോർജം, ഓപ്ഷൻ സി കാറ്റ്, ഓപ്ഷൻ ഡി തിരമാല. ഇതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിത് 4 വേണമെങ്കിൽ ഉത്തരമായിട്ട് എഴുതാം. ആണവോർജം എഴുതാം, സൗരോർജം എഴുതാം, കാറ്റ് എഴുതാം, തിരമാല എഴുതാം. ഇതിൽ ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം എന്ന് കേരള PSC കൊടുത്തേക്കുന്ന ഉത്തരം അത് കാറ്റാണ്. കേരളത്തിൽ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം സ്ഥാപിതമായത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതൊന്ന് ടിക്ക് ചെയ്ത് പഠിക്കണം. കേരളത്തിൽ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം സ്ഥാപിതമായത് എവിടെയാണ്? അത് കഞ്ചിക്കോടാണ്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകൾ ഒന്ന് ഓർത്തു വെക്കണേ. ഒന്ന് രാമക്കൽമേട്, അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണല്ലോ ഇടുക്കി. 2ാം സ്ഥാനം പാലക്കാടാണല്ലോ, മറക്കല്ലേ. അപ്പൊ പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകൾ രാമക്കൽമേട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഞ്ചിക്കോടുണ്ട്, അട്ടപ്പാടി ഉണ്ട്, അഗളിയുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകൾ അത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറക്കരുത്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ലാ വിശേഷണം പാലക്കാടിനുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുമ്പം കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാകുന്നത്. കൊട്ടനോറ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ട പ്രദേശമാണ് ഇത് കുട്ടനാട് എന്നറിയപ്പെടുന്നത്. അവിടെ നമ്മൾ പഠിക്കും തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാട് ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ. അപ്പൊ അത് ഓർത്തു വെക്കണേ. പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകൾ രാമക്കൽമേട് ഇടുക്കി ജില്ലയിലും, കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി. ഈ അട്ടപ്പാടി പഠിക്കുമ്പം 3 പ്രധാനപ്പെട്ട ചോദ്യം ഓർക്കണം. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്, നഞ്ചിയമ്മ. ഈ നഞ്ചിയമ്മ ഇരുള വിഭാഗത്തിൽ ജനിച്ച വ്യക്തിത്വമാണ്. SCERT സ്കൂൾ ടെക്സ്റ്റ് എടുത്ത സമയത്ത് പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണ്. ഇരുള വിഭാഗം, മറക്കരുത്. ഈ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് ശിരുവാണിപ്പുഴ എന്നാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് ശിരുവാണിപ്പുഴയാണ്. അട്ടപ്പാടി പുനവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദിയുടെ പേര് കൊടങ്ങരപ്പള്ളം ആണ്. അതുകൂടി ഒന്ന് ഓർത്തു നോക്കുക. അപ്പൊ കഞ്ചിക്കോട് കിട്ടി, അട്ടപ്പാടി കിട്ടി, അഗളി. ഈ 3 പ്രധാനപ്പെട്ട കാറ്റാടി ഫാമും പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി തിരമാലയിൽ നിന്ന്, ഇന്ത്യ മഹാരാജ്യത്തല്ല കേരളത്തിൽ തന്നെ തിരമാലയിൽ നിന്ന് ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം കേരളത്തിൽ അത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി നമ്മൾ പഠിക്കും. വിഴിഞ്ഞം തുറമുഖം ഉറപ്പായി നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മാർക്കായിട്ട് വരും. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്കാണ്. തിരുവനന്തപുരം ജില്ലയാണ്.
വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും ഉമ്മിണി തമ്പിയാണെന്നൊക്കെ പറയുമല്ലോ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്. അത് വേറെ ഇത് വേറെ. അപ്പൊ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം ഏതാണ്? അത് വിഴിഞ്ഞമാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലകളുമായി ബന്ധപ്പെട്ട് ഊർജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു സംവിധാനം, ഒരു സ്ഥാപനമാണല്ലോ അനർട്ട് എന്നറിയപ്പെടുന്നത്. ഈ അനർട്ട് നിലവിൽ വന്ന വർഷം 1986 അനർട്ട് നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കണ്ടന്റ് കിട്ടിയല്ലോ. ഒന്നുമില്ല, റെയിൽവേ സംവിധാനം റിവിഷനായിട്ട് മാറണം, സിൽവർ ലൈൻ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് റിവിഷനായിട്ട് മാറണം, ദേശീയ ജലപാത വായിക്കണം, നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് മുഴുവൻ വായിക്കണം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഒന്ന് അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ മേഖലയിൽ ഒന്നായിട്ടുള്ള കാറ്റ് എന്നറിയപ്പെടുന്ന, കാറ്റുമായി ബന്ധപ്പെട്ട് കാറ്റാടി വൈദ്യുത നിലയം, കച്ചിക്കോടുമായി ബന്ധപ്പെട്ട് മറ്റ് ഊർജ സംവിധാനത്തെ പറ്റിയൊക്കെ നിങ്ങൾ വായിക്കുക, റിവൈസ് ചെയ്യുക, പരീക്ഷ ഉറപ്പായിട്ടും എഴുതണം. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് അവസാനിക്കുന്നില്ല. ഇത് റിവിഷൻ മോഡൽ ഈ പറയുന്ന ഡിസംബർ 25 ക്രിസ്മസ് ദിനം വരെ റിവിഷൻ മോഡൽ കാണും. അതിനുശേഷം കാണത്തില്ലേ എന്നല്ല പറയുന്നേ, അതിനുശേഷം പ്രിലിംസ് കഴിഞ്ഞ മെയിൻസ് ഉണ്ട്, CP ഉണ്ട്, സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്, HSA ഉണ്ട്, LPUP ഉണ്ട്, കേറ്ററ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ മുന്നിലുള്ള മുഴുവൻ മത്സര പരീക്ഷയ്ക്കും ഗുണകരമാകുന്ന രീതിയിൽ ഈ വീഡിയോ ക്ലാസ് മാറട്ടെ, നോട്ട്സ് മാറട്ടെ, പരീക്ഷ എഴുതി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ആദ്യ റാങ്കിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.